എല്ലാവർക്കും ഞങ്ങളുടെ നമസ്കാരം. എൻ്റെ പേര് റെജിൻ സേലാട്ട്. ഇത് എൻ്റെ വൈഫ് അനീഷ അൽഫോൺസ്. ഞങ്ങൾ റിയൽട്ടേഴ്സാണ്. ആർട്ടുവേഴ്സ് പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി നടത്തി വരുന്നു. ആർട്ടുവേഴ്സ് എന്ന് പറയുമ്പോൾ റെഡി ടു സെർവ് എന്നാണ്. നാർ ഇന്ത്യ, KRA തുടങ്ങിയ അസോസിയേഷനുകളിൽ അംഗത്വമുള്ള ഒരു കമ്പനിയാണ് ആർട്ടുവേഴ്സ്. NIR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ അസോസിയേറ്റ് റിയൽട്ടേഴ്സ് എന്ന് പറയും. ഇത് ചിക്കാഗോ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അസോസിയേഷനാണ്, റിയൽ എസ്റ്റേറ്റ് അസോസിയേഷനാണ്. അതുപോലെ തന്നെ ഇത് ഇന്ത്യയിൽ വരുമ്പോൾ നമ്മുടെ ന്യൂഡൽഹി ബേസ് ചെയ്ത് നാർ ഇന്ത്യ എന്ന് പറയും. ഇതിൽ ഏകദേശം 50,000-ഓളം മെമ്പേഴ്സ് ഉണ്ട്. ഇത് തന്നെ കേരളത്തിൽ വരുമ്പോഴാണ് നമ്മുടെ KRA എന്ന് പറയും, കേരള റിയൽട്ടേഴ്സ് അസോസിയേഷൻ എന്ന് പറയും. ഇതിൽ നമ്മൾ ഏകദേശം ഇവിടെ 60 മെമ്പേഴ്സോളം ഉണ്ട്. ഇത് പ്രൊഫഷണലായിട്ട് നമ്മുടെ കേരളത്തിൽ പ്രൊഫഷണലായിട്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് വന്നത്. ഇവർ ഏകദേശം ഒരു 12 വർഷമായി ഞങ്ങളിവിടെ ഈ അസോസിയേഷൻ കേരളത്തിൽ ഉണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിലുണ്ട്. ഏകദേശം 1000-ൽ പരം കസ്റ്റമേഴ്സ് ഞങ്ങളുടെ ഒരു മുതൽക്കൂട്ടാണ്. അപ്പോൾ ഈ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഒരു വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഞാനൊരു ജനറൽ ഇൻഷുറൻസ് കമ്പനിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ഏകദേശം ഒരു 15 വർഷത്തെ എക്സ്പീരിയൻസ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയിലുണ്ടായിരുന്നു. അനീഷ ഇത് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സെൻറ്റ് തെരേസസ് കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് ഞാൻ ജനറൽ ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്, ഞാൻ അതിൽ ബിസിനസ്സായിട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയമുണ്ടായിരുന്നു അതിൽ. അപ്പം ആ സമയത്ത് എനിക്ക് ഞങ്ങളൊരു ആക്സിഡൻ്റലി ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് ഞങ്ങൾ കടന്നു. അതൊരു വലിയൊരു കഥയാണ് വന്നിട്ട്. ആ കഥ പിന്നീട് നിങ്ങളോട് പറയാം. എപ്പിസോഡുകളിൽ നമുക്കതിനൊരു അവസരം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഈ വരുന്ന ഞങ്ങളുടെ ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് 1000-ൽ പരം കസ്റ്റമർ, അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള US-ലുള്ള ക്ലയൻസ് ഉണ്ട്, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലുണ്ട്, അതുപോലെ തന്നെ ഈ പറയുന്ന യൂറോപ്യൻ കൺട്രികളിലും നമ്മുടെ ഓസ്ട്രേലിയയിലും ഇതുപോലെയുള്ള ക്ലയൻസ് എല്ലാം ഞങ്ങൾക്ക് ഉണ്ട്. ഇതിൽ ഏറ്റവും രസം എന്ന് പറയുന്നത്, നമ്മൾ ക്ലയൻസിനെ കാണാതെ ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടില്ല. ചില ക്ലയൻസിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ചില പ്രോപ്പർട്ടികൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ ബയർ ഞങ്ങളോട് പറയും, ഇന്ന പ്രോപ്പർട്ടി ചെന്ന് നോക്ക്, അല്ലെങ്കിൽ അവരെ പറ്റിയ പ്രോപ്പർട്ടി ഞങ്ങളിലുണ്ട്. അങ്ങനെ പ്രോപ്പർട്ടികളെല്ലാം ഞങ്ങൾ കാണിച്ച്, ഇവരെ ഞങ്ങൾ ഓൺലൈൻ വഴി കാണിച്ച്, ഇവർക്ക് വേണ്ടിയുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്, പ്രോപ്പർട്ടി മേടിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ അവരുടെ പ്രോപ്പർട്ടികൾ നമ്മൾ റെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. നല്ല ഇന്ന് കൊച്ചിയിൽ കാണുന്ന പ്രീമിയം പ്രോപ്പർട്ടികൾ ഏകദേശം നല്ല രീതിയിൽ റെൻറ്റ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർക്ക് നമ്മൾ ഓൺ ടൈം നമ്മൾ അവരെ റെൻറ്റിന് അവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ കാര്യങ്ങളെല്ലാം അവർക്ക് വേണ്ടിയുള്ള പ്രോപ്പർട്ടി മാനേജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആർട്ടുവേഴ്സ് റിയൽറ്റേഴ്സിൻ്റെ ഒരു സർവീസസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അതായത് ഇപ്പോൾ നമുക്കൊരു പ്രോപ്പർട്ടി വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ, അത് കൊമേഴ്ഷ്യൽ ആയിക്കോട്ടെ, റെസിഡൻഷ്യൽ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയാലും, ചിലപ്പോൾ ഫ്ലാറ്റ് ആയിരിക്കാം, വില്ല ആയിരിക്കാം, അല്ലെങ്കിൽ ലാൻഡ് ആയിരിക്കാം, ഗോഡൗൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഓഫീസ് സ്പേസ് ആയിരിക്കാം. ഇത് എന്ത് തന്നെ ആയാലും ഇത് വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും വേണ്ട എല്ലാ ലീഗൽ ഫോർമാലിറ്റീസും നമ്മൾ ചെയ്തു കൊടുക്കും. ഞങ്ങൾക്ക് തന്നെ ഒരു ലീഗൽ ടീമുണ്ട്, അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഇൻ ഹൗസ് ടീമുകളുണ്ട് അതിൻ്റെ. അതായത് ഒരു പ്രോപ്പർട്ടി സെല്ല് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ റെൻറ്റ് ചെയ്യണോ, അതിൻ്റെയുള്ള മെയിൻ്റെനൻസ് വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വർഷങ്ങളായിട്ട് നമുക്കുള്ളതാണ്. ഈവൻ ഞങ്ങളതിൻ്റെ ഡീപ്പ് ക്ലീനിങ് വരെ ചെയ്തു കൊടുക്കുന്ന കമ്പനി ഞങ്ങൾക്ക് ഓൺ ഉണ്ട്. ഈ ഡോക്യുമെൻറ്റേഷൻസ് ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. റെൻ്റ് ആണെങ്കിലും സെയിലാണെങ്കിലും അതിൻ്റെ കംപ്ലീറ്റ് ഡോക്യുമെൻറ്റേഷനും ആർട്ടുവേഴ്സ് ചെയ്തു കൊടുക്കും. ഇപ്പം നമ്മൾ ഒരു പ്രോപ്പർട്ടി സെല്ല് ചെയ്യുകയാണെങ്കിൽ ആ സെല്ലർക്ക് വേണ്ടിയുള്ള കുറേ ഡോക്യുമെൻറ്റേഷൻ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ അവരെ ഓരോ കാര്യങ്ങളും അവരുടെ ഡോക്യുമെൻ്റ് വില്ലേജ് ഓഫീസിൽ നിന്നാകട്ടെ, താലൂക്ക് ഓഫീസിൽ നിന്നാകട്ടെ, അതുപോലെ മുനിസിപ്പാലിറ്റിന്നോ ഒരു കോർപ്പറേഷനോ പഞ്ചായത്ത്, ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അവർക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബയ്യർക്ക് വേണ്ടിയുള്ള ഒരു ലീഗൽ സപ്പോർട്ട്, അതുപോലെ തന്നെ അവരെ ഡോക്യുമെൻ്റ് എല്ലാം കഴിഞ്ഞ് അവരുടെ KCB കണക്ഷൻ വരെ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്, നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ലീഗൽ ടീം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ഇൻ ഹൗസ് ലീഗൽ ടീം ഉണ്ട് വന്നിട്ട്, അതുപോലെ തന്നെ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഇവർക്ക് വേണ്ടി കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്ത് ഈ കഴിഞ്ഞ കാലം അത്രയും വരെ ഈ കസ്റ്റമർ വളരെ ഹാപ്പിയായിട്ട് നമ്മുടെ ഒപ്പം തന്നെയുണ്ട്. അവർ ഞങ്ങൾക്ക് കുറേ കസ്റ്റമറെ റെഫർ ചെയ്ത് തരാറുണ്ട്. വന്നിട്ട് റെഫറൻസാണ് നമുക്ക് കൂടുതൽ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. റെഫറൻസ് ആയിട്ടുള്ള കോളുകൾ ഒത്തിരി വരാറുണ്ട്. ഇപ്പോൾ ഒരു വസ്തു റെൻറ്റിന് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ റിസ്ക് കൂടുതലാണ്. ഒരു ഓണറെ സംബന്ധിച്ച് റെൻറ്റിനൊരു അവരുടെ ഒരു പ്രോപ്പർട്ടി കൊടുക്കുമ്പോൾ അത് റിസ്ക് കൂടുതലാണ്. പക്ഷേ ആ സമയത്താണ് നമ്മൾ ഏറ്റവും വലിയൊരു ഹെൽപ്പായിട്ട് ചെയ്യുന്നത്. കാരണം ഒരു ക്ലയൻറ്റ് വന്നു കഴിയുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഏതാണെന്ന് ഒരു പുതിയ ആളാണ്, നമ്മളെ സംബന്ധിച്ച് പോലും അവർ പുതിയ ആളാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്ത് അവരുടെ ഒരു ടെനൻറ്റ് വെരിഫിക്കേഷൻ നടത്താനുള്ള ഒരു ലീഗൽ ടീംസിനെ കൊണ്ട് വെരിഫിക്കേഷൻ നടത്തി
അവരുടെ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്ത് PC സർട്ടിഫിക്കറ്റ് വരെ ഉൾപ്പെടെ ചെയ്താണ് നമ്മൾ റെൻറ്റിന് കൊടുക്കുന്നത്. ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെങ്കിലും അത് ഈ ഓണറെ സംബന്ധിച്ച് വളരെ ഹെൽപ്ഫുള്ളാണ്. അവർ ഈ ഓണേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഇവിടെ ഉള്ളവരായിരിക്കത്തില്ല, അവർ വിദേശത്തൊക്കെ ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഇവിടെ തന്നെ ഉള്ളവർ പല ലൊക്കേഷനുള്ളവരായിരിക്കും. അപ്പം ഇവർക്കത് വളരെ ഹെൽപ്ഫുള്ളാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യം. ആ ടെനൻസി പീരീഡ് ഫുള്ളും അപ്പോൾ എന്താണ് ഈ R2S ആണ് ഈ ടെനൻറ്റിനോടും ഓണറോടും റെസ്പോൺസിബിൾ ആയിരിക്കും ഈ ടെനൻസി കംപ്ലീറ്റ് തീരുന്നത് വരെ, ഈ ഒരു എഗ്രിമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങളുടെ ഒരു പരിമിത അറിവുകൾ വെച്ച് മറ്റുള്ളവർക്ക് എങ്ങനെ ഈ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു ചാനൽ വഴിയാണ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം എന്ന് വെച്ചാൽ കേരളത്തിലുടനീളം ഉള്ള ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് കടന്നു വരിക എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ചാനൽ തുടങ്ങുന്നത്. അപ്പം നമ്മളൊരു പ്രോപ്പർട്ടി മേടിക്കാൻ പോകുന്ന ആൾക്കാർക്ക് എങ്ങനെ പ്രോപ്പർട്ടി നല്ലത് കണ്ടെത്താം, ഏത് ലൊക്കേഷനിൽ കണ്ടെത്താം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ചാനലുകളുണ്ടാവും. അതുപോലെ തന്നെ ഒരു പ്രോപ്പർട്ടി വിൽക്കാനുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ഒരു പ്രോപ്പർട്ടി നല്ല വാല്യൂ കിട്ടുന്നുള്ളത്, ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യട്ടെ. അതുപോലെ തന്നെ ഒരു പ്രോപ്പർട്ടി റെൻറ്റിന് കൊടുക്കാം, എങ്ങനെ റെസിഡൻസ് റെൻറ്റ് കൊടുക്കാം, എങ്ങനെയാണ് ഒരു കൊമേഴ്ഷ്യൽ റെൻറ്റ് കൊടുക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ ഹൈവേയിൽ ഉള്ളൊരു പ്രോപ്പർട്ടി ലാൻഡുകൾ തന്നെയാണ് റെൻറ്റിൽ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ഒരു പ്ലോട്ട് റെൻറ്റിൽ കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ ഈ ചാനൽ വഴി ഞങ്ങളത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാർ, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുള്ള ആൾക്കാർ ഞങ്ങളുടെ ചാനലിലുണ്ടാവും. വന്നിട്ട് ഇവരൊക്കെയാണ് നമ്മുടെ ചാനലിൽ കൂടി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. വന്നിട്ട് അപ്പം ഈ ഒരു ചാനൽ തുടങ്ങുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. അപ്പം വീണ്ടും ഇനി കൂടുതൽ വീഡിയോസുകളും കൂടുതൽ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ ഇനിയും തൊട്ടടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവും.